നമ്മൾ ഇതുവരെ സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, റെഡിറ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളാണ്. കാരണം അവിടെയൊക്കെ സംസാരിക്കുന്നത് മനുഷ്യരാണ്. നമ്മൾ പോസ്റ്റ് ഇടും, മറ്റുള്ളവർ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, ചർച്ചകൾ നടക്കും. ഇതൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് കരുതൂ. അവിടെയും പോസ്റ്റുകളുണ്ട്, കമന്റുകളുണ്ട്, ചർച്ചകളുണ്ട്, വ്യത്യസ്ത കമ്മ്യൂണിറ്റികളുണ്ട്. എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ പോസ്റ്റ് ഇടുന്നത് മനുഷ്യരല്ല, കമന്റ് ചെയ്യുന്നതും മനുഷ്യരല്ല, വാദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും മനുഷ്യരല്ല. അവിടെ മുഴുവൻ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗം പോലെയോ ഭാവിയിൽ ഒരിക്കൽ സംഭവിക്കാനിടയുള്ള ഒരു സങ്കല്പമോ ആണെന്ന് തോന്നാം. പക്ഷെ അതല്ല സത്യം. ഇത്തരമൊരു സോഷ്യൽ മീഡിയ ഇതിനകം തന്നെ ഇന്റർനെറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പേര് മോൾട്ട്ബോക്ക്. ഇപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാകും. AI-കൾക്ക് സോഷ്യൽ മീഡിയ എന്തിന്? അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത്? മനുഷ്യർക്ക് അവിടെ എന്ത് ചെയ്യാനാണ് കഴിയുന്നത് എന്നൊക്കെ. രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു കാണിയെ പോലെയാണ്. ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഫുട്ബോൾ മത്സരം കാണുന്നത് പോലെ ഇവിടെ AI-കൾ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഈ സോഷ്യൽ നെറ്റ്വർക്കിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മളല്ല, AI ഏജന്റ്സ് ആണ്. അതായത് മനുഷ്യരെക്കാൾ സജീവമായി പോസ്റ്റുകൾ എഴുതുന്നതും കമന്റുകൾ ഇടുന്നതും ചർച്ചകൾ നടത്തുന്നതും AI-കളാണ്. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. അതിനൊപ്പം അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റിന്റെ ഭാവി എങ്ങനെയായിരിക്കാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. മോൾട്ട്ബുക്ക് എന്നത് മനുഷ്യരെ മാറ്റി AI ഉപയോഗിക്കാനുണ്ടാക്കിയ മറ്റൊരു ഫേസ്ബുക്ക് അല്ല. ഇത് പ്രധാനമായും AI ഏജന്റ്സ് പരസ്പരം ആശയവിനിമയം നടത്താനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷണാത്മക സോഷ്യൽ നെറ്റ്വർക്കാണ്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. AI ഏജന്റ് എന്നത് എന്താണ്? നമ്മളിൽ പലരും ChatGPT ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിനോടൊരു ചോദ്യം ചോദിച്ചാൽ അത് മറുപടി നൽകും. എന്നാൽ AI ഏജന്റ് അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടുള്ള ഒരു ആശയമാണ്. അതിനൊരു ജോലി നൽകിയാൽ അതിനാവശ്യമായ വിവരങ്ങൾ കണ്ടെത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ മറ്റ് AI-കളുമായി ആശയവിനിമയം നടത്തുകയും ആ ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ കഴിയും. ഇവിടെയാണ് മോൾട്ട്ബുക്കിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു AI ഏജന്റിന് ഈ പ്ലാറ്റ്ഫോമിൽ ചേരാൻ പോലും പ്രത്യേക രീതിയുണ്ട്. മനുഷ്യർ സൈനപ്പ് ചെയ്ത് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പോലെയല്ല. AI-ക്ക് നൽകാനുള്ള ഒരു പ്രത്യേക പ്രോംപ്റ്റ് വെബ്സൈറ്റ് നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാണ് AI ഏജന്റ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ അംഗമാകുന്ന പ്രക്രിയ പോലും AI-കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതാണ് മോൾട്ട്ബുക്കിനെ ഇത്രയും വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ഓരോ AI ഏജന്റിനും സ്വന്തമായ ഒരു പ്രൊഫൈൽ ഉണ്ടാകാം. മനുഷ്യരെ പോലെ തന്നെ അവർ പോസ്റ്റുകൾ എഴുതും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രതികരിക്കും, പുതിയ കമ്മ്യൂണിറ്റികളിൽ ചേരും, ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു വിഷയത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യും. നമ്മൾ ഫേസ്ബുക്കിൽ മനുഷ്യരുടെ സംഭാഷണം വായിക്കുന്നത് പോലെ ഇവിടെ AI-കളുടെ സംഭാഷണങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അപ്പോൾ AI-കൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. രസകരമായ കാര്യം എന്തെന്നാൽ അവർ സിനിമ റിവ്യൂകളോ ഭക്ഷണ ചിത്രങ്ങളോ യാത്രാവിശേഷങ്ങളോ പങ്കുവെക്കുന്നില്ല. പകരം പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, പുതിയ AI ടൂൾസ്, ഓട്ടോമേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു AI ഒരു പ്രശ്നം അവതരിപ്പിക്കും. അതിന് മറുപടിയായി നിരവധി AI-കൾ വ്യത്യസ്ത പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. മറ്റൊരു AI ആ പരിഹാരം മെച്ചപ്പെടുത്തും. ചിലപ്പോൾ ഒരു പുതിയ ടൂൾ കണ്ടെത്തിയാൽ അത് മറ്റുള്ള AI-കളുമായി പങ്കുവെക്കും. മറ്റൊരാൾ അതിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ നോക്കുമ്പോൾ AI-കൾ പരസ്പരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അറിവിന്റെ ശൃംഖലയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്സ് ഉള്ളതുപോലെ മോൾട്ട്ബുക്കിൽ സബ് മോൾസ് എന്ന പേരിലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. പ്രോഗ്രാമിങ്ങിന് ഒരു സബ് മോൾട്ട്, റോബോട്ടിക്സിന് മറ്റൊന്ന്, AI റീസെർച്ചിന് മറ്റൊന്ന്, സൈബർ സെക്യൂരിറ്റിക്ക് മറ്റൊന്ന്. ഓരോ കമ്മ്യൂണിറ്റിക്കും സ്വന്തം നിയമങ്ങളും വിഷയങ്ങളുമുണ്ട്. അതായത് AI-കൾക്ക് പോലും കമ്മ്യൂണിറ്റി നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ഇവിടെയാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന വസ്തുത. മോൾട്ട്ബുക്ക് വിനോദത്തിനായി മാത്രം നിർമ്മിച്ച ഒരു വെബ്സൈറ്റ് അല്ല. ലോകമെമ്പാടുമുള്ള ഗവേഷകരും AI ഡെവലപ്പർമാരും
ഒരുപാട് AI ഏജന്റ്സ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരെങ്ങനെ പെരുമാറുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ വികസിക്കുന്നു എന്നിവ പഠിക്കാനുള്ള ഒരു ഡിജിറ്റൽ പരീക്ഷണശാലയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് പിന്നിലുള്ള ആശയത്തിന് തുടക്കമിട്ടത് അമേരിക്കൻ സംരംഭകനായ മാറ്റ് ഷ്ലിക്റ്റ് ആണ്. AI-കൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കാമോ എന്ന പരീക്ഷണമായാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ഡെവലപ്പർമാരും ഈ ആശയം വളരെ അടുത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ കാണുന്ന കണക്കുകൾ പ്രകാരം ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് AI ഏജന്റ്സ് ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് സബ്മോൾസ് പ്രവർത്തിക്കുന്നുണ്ട്. ദിവസവും അനേകം പുതിയ പോസ്റ്റുകളും കമന്റുകളും AI-കൾ തന്നെ സൃഷ്ടിക്കുന്നു. അതായത് നമ്മൾ വായിക്കുന്ന പല സംഭാഷണങ്ങളും ഒരു മനുഷ്യൻ ടൈപ്പ് ചെയ്തതല്ല, AI-കൾ തമ്മിൽ സ്വാഭാവികമായി നടന്ന ആശയവിനിമയങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പേടി തോന്നിയേക്കാം. AI-കൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഭാവിയിൽ മനുഷ്യരെ മറികടക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം മോൾട്ട് ബുക്ക് ഇപ്പോഴും ഒരു ഗവേഷണ പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇത് നമുക്കൊരു വലിയ കാര്യം മനസ്സിലാക്കി തരുന്നു. AI ഇനി ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു ടൂള് മാത്രമല്ല, ഭാവിയിൽ AI-കൾ പരസ്പരം സഹകരിച്ച് ജോലി ചെയ്യുന്ന ഒരു പുതിയ ഇന്റർനെറ്റ് ലോകത്തിലേക്കാണ് സാങ്കേതികവിദ്യ നീങ്ങുന്നത്. ഇപ്പോൾ ഒരു ചെറിയ താരതമ്യം ചെയ്യാം. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മൾ ബാങ്കിൽ പോകാതെ മൊബൈൽ ഫോണിലൂടെ പണം അയക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പലരും വിശ്വസിക്കില്ലായിരുന്നു. അതുപോലെ ഒരു ദിവസം ഒരു കാറിന് ഡ്രൈവർ ഇല്ലാതെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോഴും ആളുകൾ അതിനെ തമാശയായിട്ടാണ് കണ്ടത്. ഇന്ന് ആ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇന്ന് AI-കൾക്ക് സ്വന്തം സോഷ്യൽ മീഡിയ ഉണ്ടെന്ന വാർത്ത വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം AI-കൾ പരസ്പരം വിവരങ്ങൾ പങ്കുവച്ച് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ലോകം സാധാരണമായ ഒരു കാഴ്ചയായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഇനി 10 വർഷങ്ങൾക്ക് ശേഷം ഇന്റർനെറ്റിൽ മനുഷ്യരെക്കാൾ കൂടുതൽ AI അക്കൗണ്ടുകൾ സജീവമായാൽ അത് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കുമോ, അതോ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ വെല്ലുവിളിയായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. ബാക്ക് ആൻഡ് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ.